നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടികളിലേക്ക് കടന്ന കോൺഗ്രസ് എംഎൽഎമാരെ തലസ്ഥാനത്തേക്ക് വിളിപ്പിച്ചു. പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ഗ്രൂപ്പ് നേതാക്കൾ. 45 എംഎൽഎമാരുടെ പിന്തുണയുണ്ടെന്നാണ് KC വേണുഗോപാൽ അവകാശപ്പെടുന്നത്. 25 എംഎൽഎമാരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയും അവകാശപ്പെടുന്നു. 25 എംഎൽഎമാരുടെ പിന്തുണയാണ് VD സതീശൻ പ്രതീക്ഷിക്കുന്നത്. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിയും അജയ് മാക്കനും ഇന്ന് തിരുവനന്തപുരത്തെത്തും. നിയമസഭാ കക്ഷി യോഗത്തിന് മുൻപ് എംഎൽഎമാരെ നേരിട്ട് കാണാനാണ് നീക്കം. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ എംഎൽഎമാർക്ക് രഹസ്യമായി അഭിപ്രായം അറിയിക്കാൻ അവസരം ഒരുക്കണം എന്ന് VD സതീശൻ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടു. നിരീക്ഷകർ അല്ലാത്തവർ അഭിപ്രായം കേൾക്കേണ്ടതില്ലെന്നാണ് VD പക്ഷത്തിന്റെ വാദം. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ വിശ്വാസമില്ലെന്നാണ് VD പക്ഷം പറയുന്നത്. എംഎൽഎമാരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ദീപാദാസ് മുൻഷി ഉണ്ടാകാൻ പാടില്ലെന്നാണ് ആവശ്യം. ഇക്കാര്യം VD സതീശൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയോട് ആവശ്യപ്പെട്ടു. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നോട്ട് നേടിയത് 1.25 ലക്ഷത്തോളം വോട്ടുകളാണ്. ഒരു മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയും 2 UDF സ്ഥാനാർത്ഥികളും തോറ്റത് നോട്ട് പിടിച്ചതിനേക്കാൾ കുറഞ്ഞ വോട്ടിനാണ്. തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് 2000-ലധികം വോട്ട് കിട്ടിയ മണ്ഡലങ്ങളുമുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ നോട്ടയ്ക്ക് കുത്തിയവരുടെ എണ്ണത്തിൽ 19,000-ലധികം പേരുടെ വർധനവുണ്ടായി. ഒരു സ്ഥാനാർത്ഥിയോടും താൽപര്യമില്ലാത്ത വോട്ടർക്ക് തങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്താൻ വോട്ട് യന്ത്രത്തിൽ ഉൾപ്പെടുത്തിയ ബട്ടണാണ് നോട്ട്. ഇത്തവണ ഒരു സ്ഥാനാർത്ഥിയോടും താൽപര്യമില്ലെന്നറിയിച്ച് നോട്ടയ്ക്ക് കുത്തിയത് 1,23,734 പേരാണ്. സംസ്ഥാനത്ത് പോൾ ചെയ്ത വോട്ടിന്റെ 0.58%. ഭൂരിപക്ഷത്തിൽ റെക്കോർഡിട്ട PK കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച മലപ്പുറമടക്കം 40 മണ്ഡലങ്ങളിൽ നോട്ടയ്ക്ക് 1000-ലധികം വോട്ടുണ്ട്. മഞ്ചേരിയിലാണ് നോട്ട ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചത്. 3,319 വോട്ടുകളാണ് ഇവിടെ നോട്ടയ്ക്ക് ലഭിച്ചത്. നിലമ്പൂരിൽ 2,672 വോട്ട് നോട്ടയ്ക്ക് കിട്ടി. മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ എന്നിങ്ങനെ വയനാട് ജില്ലയിലെ 3 മണ്ഡലത്തിലും നോട്ട് നേടിയ വോട്ട് 1000 കടന്നു. മണലൂർ, അഴീക്കോട്, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ വിജയിയുടെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ട് നോട്ടയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മണലൂരിൽ TN പ്രതാപൻ 126 വോട്ടിന് തോറ്റപ്പോൾ നോട്ടയ്ക്ക് ലഭിച്ചത് 676 വോട്ടാണ്. അഴീക്കോട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കരീം ചേലേരി തോറ്റത് 349 വോട്ടിനാണ്. ഇവിടെ നോട്ട 576 വോട്ട് പിടിച്ചു. കടകംപള്ളി സുരേന്ദ്രൻ 428 വോട്ടിന് തോറ്റ കഴക്കൂട്ടത്ത് 981 പേർ നോട്ടയെയാണ് തെരഞ്ഞെടുത്തത്. കാട്ടുകാമ്പാൽ പഞ്ചായത്തിൽ കോൺഗ്രസ് പാർട്ടിയെ പടുത്തുയർത്തുകയും ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത അപ്പു മാസ്റ്ററുടെ 24ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം നടത്തി. കാട്ടുകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം DCC ജനറൽ സെക്രട്ടറി KC ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റും അപ്പു മാസ്റ്ററുടെ മകനുമായ K ജയശങ്കർ, കോൺഗ്രസ് നേതാക്കളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, CC മോഹനൻ മാസ്റ്റർ, CG നായർ, സുനിൽ അരുവായ്, NM റഫീഖ്, VK മുഹമ്മദ്, സോണി സക്കറിയ, മറ്റ് ജനപ്രതിനിധികളും സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വാണിജ്യ പാചക വാതക വില വർധനവിനെതിരെ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. സംസ്ഥാനത്തെ ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, ക്യാന്റീനുകൾ അടക്കം 24 മണിക്കൂർ അടച്ചിട്ട് പ്രതിഷേധം തുടങ്ങി. ഓൺലൈൻ ഡെലിവറിയും ഉണ്ടാകില്ല. 19 കിലോ വരുന്ന വാണിജ്യ സിലിണ്ടറിന് 993 രൂപ കൂട്ടിയ സാഹചര്യത്തിലാണ് പ്രതിഷേധ പണിമുടക്ക്. ഉയർത്തിയ പാചകവാതക വില പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പെട്രോളിയം കമ്പനികളുടെ ഓഫീസിന് മുന്നിലേക്കും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലേക്കും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചിട്ടുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, കേരള വ്യാപാരി വ്യവസായി സമിതി, ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ, ഹോസ്റ്റൽ ഓണേഴ്സ് ഫെഡറേഷൻ അടക്കമുള്ള നിരവധി വ്യാപാര സംഘടനകൾ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. പാചകവാതക വില വർധനവ് ഹോട്ടൽ വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കുന്നതാണെന്നും LPG വില കുറച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേരത്തെ അറിയിച്ചിരുന്നു. ഈ വർഷത്തെ ഓർമ്മ പുരസ്കാരം കഥകളി നടൻ പീശപ്പിള്ളി രാജീവിന് സമർപ്പിക്കും.
കഥകളി നടൻ കോട്ടയ്ക്കൽ ശിവരാമന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ കുടുംബവും കാറൽമണ്ണ വാഴയങ്കട കുഞ്ചുനായർ ട്രസ്റ്റും ചേർന്നാണ് പുരസ്കാരം നൽകുന്നത്. കോട്ടയ്ക്കൽ ശിവരാമന്റെ ചരമദിനമായ ജൂലൈ 19 കുഞ്ചുനായർ ട്രസ്റ്റ് ഹാളിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ 22,222 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഓർമ്മ പുരസ്കാരം പീശിപ്പള്ളി രാജീവിന് സമർപ്പിക്കും. പൂരം കഴിഞ്ഞ് ചപ്പുചവറുകൾ നിറഞ്ഞുകിടന്നിരുന്ന കാട്ടകമ്പാൽ ക്ഷേത്ര മൈതാനം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. ക്ഷേത്ര ഭരണസമിതിയുടെ അഭ്യർത്ഥന മാനിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെയാണ് ക്ഷേത്ര മൈതാനത്ത് ശുചീകരണം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ, വാർഡ് മെമ്പർമാരായ എൻ കെ ചന്ദ്രാവതി, സന്ധ്യ ഷിബു, ക്ഷേത്രം ഭാരവാഹികളായ സഞ്ജയ് രാധാകൃഷ്ണൻ, ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ശുചീകരണത്തിന് തൊഴിലുറപ്പ് തൊഴിലാളികളായ വിജയ, രതിക, കാളി, അമ്മിണി, കുഞ്ഞാമണി, ശാന്ത, രാജൻ, കാർത്തിയായിനി, ചന്ദ്രൻ, യശോദ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സ്റ്റാഫ് യൂണിയന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ ശാഖയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. സബ് സ്റ്റാഫ് കാറ്റഗറി തസ്തികയിൽ നിയമനം നടത്തുക, തൊഴിലാളി പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെയ് 25-26 തീയതികളിൽ സ്റ്റേറ്റ് ബാങ്ക് ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ചാണ് ധർണ നടത്തിയത്. സംഘടനാ മേഖലാ സെക്രട്ടറി മഹേഷ് വൈക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം പ്രജിത്ത് സംസാരിച്ചു. വടക്കേക്കാടിന്റെ അഭിമാനമായി ഷബീർ എം.എസ്. അന്താരാഷ്ട്ര ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരം സ്വന്തമാക്കി. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരമായ അഭിനന്ദന പുരസ്കാരം നേടി വടക്കേക്കാട് സ്വദേശിയായ ഷബീർ എം.എസ്. ശ്രദ്ധേയനായി. വിവിധ മേഖലകളിൽ അദ്ദേഹം നടത്തിയ മികച്ച പ്രവർത്തനങ്ങളും സംഭാവനകളും പരിഗണിച്ചാണ് അംഗീകാരം. സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.